ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം. അവരെ കൂടെ കോ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവർ ഈ സിനിമ ഞങ്ങൾ കോ പ്രൊഡക്ഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണ് അന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഈ 6 കോടി രൂപയും വേണ്ടി വരില്ല, എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവർ അത്രയും ഓക്കെയാണ്. അവർ മാളികപ്പുറം ടീമിനോടും ഇതിന്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് വെച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോ പ്രൊഡക്ഷൻ്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണ്, നിങ്ങൾ എൻ്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റുമെന്ന് അവർ ആദ്യം നോ പറയും. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവർ സംസാരിച്ചിട്ട് അവരതിന് ബില്ലിങ് ആവുകയും 2 കോടി രൂപ അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണു സുഹൃത്തോടെയാണ് അത് സംസാരിക്കുന്നത്. 2 കോടി ആദ്യം അവർ ഞങ്ങളോട് 2 കോടിയെ ഞങ്ങൾ ഈ പടം എടുക്കാമെന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ് സ്റ്റുഡിയോസിന്റെ 2 കോടി വന്നേക്കുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മാളികപ്പുറത്തെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ആ മ്യൂസിക് കമ്പനിയോട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് ഞങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സിൽ നിന്ന് ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കുകയുണ്ടായി. ആ സിനിമയുടെ പൂജ പാലക്കാട് നടന്നപ്പോൾ നിങ്ങൾ പല മീഡിയാസും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ വീഡിയോയിലും അതിൽ അന്ന് വിട്ട പോസ്റ്ററിലും നോക്കിയാൽ അറിയാം, ഞാൻ ഈ പറയുന്ന തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇൻ അസോസിയേഷനിലാണ് ആ പോസ്റ്റേഴ്സ്. അവിടെ 2 പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അന്ന് ആ വേദിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, പറഞ്ഞ ബഡ്ജറ്റിൽ തീരുമെന്ന് പോലും അറിയില്ല, 90 ദിവസത്തിനടുത്ത് ഷൂട്ട് വരുന്നൊരു സിനിമ, ഏകദേശം 15 കോടിക്ക് 20 കോടിക്ക് അകത്താവാം എന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. ഈ സിനിമയുടെ ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്, മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറെ കാര്യം അറിഞ്ഞു, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റാണെന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടിക്കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിനെ കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിനെങ്കിൽ അദ്ദേഹം എന്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമ എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ബാറ്റ കഴിയുന്നു. ഈ 2 കോടി പ്ലസ് 1 50, 3000 രൂപയിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബാറ്റ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൈസ തീർന്നു, ഇനി നമുക്ക് അടുത്ത പൈസ റെഡിയാക്കണമെന്നുണ്ട്. അപ്പം ഞങ്ങൾ അപ്പോഴും ചോദിക്കും, ചേട്ടൻ്റെ ഒരു ബിസിനസ് ഡീൽ വരാനില്ലേ, അത് ലേറ്റ് ആവും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് 2 കോടിയും കൂടെ വേണമെന്ന് പറയുന്നു. അവർ ഓഫർ ചെയ്ത 6 കോടിയിൽ വീണ്ടും 2 കോടി ചോദിക്കുന്നു, 4 കോടി തരുന്നു. 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവരോട് നിന്ന് 2 കോടി വാങ്ങിച്ചിട്ട് 6 കോടി രൂപ GST കട്ടയുള്ള 6 കോടി രൂപ അവർ കൊടുക്കുകയാണ്. അന്നേരം അവർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദെൻ വൈ ദർ ഈസ് എൻ അതർ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ, ബാക്കിയായിട്ട് ഞങ്ങൾ ചെയ്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനിയും ഈ പടത്തിൽ കോ പ്രൊഡക്ഷനായിട്ട് ഞങ്ങളില്ല, ഞങ്ങളിത് ഫിനാൻസ് ചെയ്യാം, ഇൻട്രസ്റ്റ് സൈഡും തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയും മുരളിച്ചേട്ടൻ അത് ഓക്കെ പറയുകയും ചെയ്തു. കുഴപ്പമില്ല, ഞാൻ മാത്രം മതി പ്രൊഡ്യൂസർ, ബാക്കി പൈസ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനീനെ ഫിനാൻസ് ആക്കി മാറ്റുകയും പിന്നീട് വന്ന പോസ്റ്റേഴ്സിൽ അവരുടെ പേരുമില്ല, സൈഡിൽ എംബ്ലം മാത്രം വെക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ഈ പടം തീരുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നത്, ഏകദേശം എൻ്റെ ഒരു കണക്ക് കറക്റ്റ് ആണെങ്കിൽ 3.5-4 കോടി രൂപയോളം അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പല സമയത്തായിട്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പടം തീർന്നു. ഈ പടം തീർന്നു കഴിയുമ്പോൾ സിനിമ അറിയുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ
അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, ഇതിൽ അഭിനയിച്ച പല നടന്മാരെയും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. ഞാൻ എഴുതി വെച്ച് തരാം, ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഈ സിനിമയ്ക്ക് ഡബിങ് നടക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്താൽ ഈ സിനിമ തീർത്ത് കൊടുത്താൽ മാത്രമേ കച്ചവടമാകത്തുള്ളൂ. ഒന്ന് സഹായിക്കുക. ബഡ്ജറ്റ് നമുക്ക് വിചാരിച്ചേക്കാളും കുറച്ചുകൂടെ മാറിയിട്ടുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും പേഴ്സണലി വിളിച്ച് ഞാനും വിഷ്ണു സംസാരിച്ചാണ് ഡബ് ചെയ്യിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. അവന് കാശ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ ക്യാമറാമാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കോപ്പി ഇതിലുണ്ട്, ഞങ്ങളിത് കാണിക്കാം. ഇതിൽ വർക്ക് ചെയ്ത പല ആളുകൾ കേസ് കൊടുക്കുമ്പോഴും വിളിച്ച് സംസാരിച്ച്, എടാ അങ്ങനെയല്ല, പുള്ളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ സിനിമ തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിലും ഇതിന്റെ മേക്കിങ്ങിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് പടം കണ്ട എല്ലാവരും, ഞങ്ങളുടെ ടീമായാലും പുറത്തുള്ളവരായാലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ റിലീസ് അടുപ്പിക്കുമ്പോൾ ഈ ചെന്നൈയിലുള്ള ടീമിനെ, അത് ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനെ സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്യാതെ ഈ പടം ഇറക്കാൻ പറ്റില്ല. ഏകദേശം 6 കോടി പലിശടക്കം 6,85,00,000 രൂപ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ ഇറങ്ങൂ എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായൊരു മൊമെന്റിലാണ് ഞാൻ ആ സമയം അടുത്ത സിനിമ ഗോകുലമായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഗോകുലമായിട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. ഗോകുലമായിട്ട് ഞാൻ സംസാരിക്കുകയും ഗോപാലൻ സാറിനെയും മൂർത്തി ചേട്ടനെയും മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മളിത് സഹായിക്കണം, ഈ സിനിമ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഗോപാലൻ സാറും മൂർത്തി സാറും ഈ സിനിമ വന്ന് കാണുകയും അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ ചെന്നൈ കമ്പനിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഗോകുലം സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമ ഇറക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്. ഫൈനൽ ഔട്ട് അടിക്കണം, ബാക്കിയുള്ള സെറ്റിൽമെന്റ് ചെയ്യണം, സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം. ഇതെല്ലാം ഗോകുലത്തിന്റെ സൈഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പൈസ എല്ലാം പോയിരിക്കുന്നത് അക്കൗണ്ട് ത്രൂ മുരളിച്ചേട്ടന്റെ വഴിയാണ്. അതായത് ഗോകുലം കൊടുത്ത പൈസയും ഡ്രീം പിക്കുന്ന ഡിസ്ട്രിബ്യൂഷന്റെ കൊടുത്ത പൈസയും തിങ് സ്റ്റുഡിയോസിന്റെ പൈസയും ഒക്കെ പോയിരുന്നത് മുരളിച്ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എല്ലാ പൈസയും പോയിരുന്നത്. അദ്ദേഹം മീഡിയയോട് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ കാശല്ല, അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിച്ചവർ കൊടുത്ത പൈസ പുള്ളി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതെല്ലാം അദ്ദേഹം ഇന്നലെ ഒരു പേപ്പർ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ കാണിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു സാറാണ്. അതിൽ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, ഞാൻ കളക്ഷൻ അല്ല പറയുന്നത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടി രൂപയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ വന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തത് കുറച്ച് പോയിന്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആരുടെയൊക്കെ അടുത്തൊന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതിലുള്ള കൂട്ടി 22 കോടി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് ഇതൊരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ അസോസിയേഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ മീഡിയ ഉണ്ട്, ജനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എന്റെ അക്കൗണ്ട് ബാലൻസും വിഷ്ണുവിന്റെ അക്കൗണ്ട് ബാലൻസും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസും വേണം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. ഇപ്പോഴും ഈ 6 പടം ചെയ്തിട്ടും എങ്ങനെ ജീവിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. കാര്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഈ സിനിമയ്ക്ക് ഇന്നലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് 25 കോടി രൂപ 25 ലക്ഷം രൂപ, സോറി ഇനി അതിന് അടുത്ത് പറയല്ലോ, 25 കോടി 25 ലക്ഷം രൂപ എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നുമായിട്ട് മൊത്തം എടുപ്പിച്ചപ്പോൾ അത് എനിക്ക് പല സമയത്തായിട്ട് അയച്ചിരിക്കുന്ന പൈസ ഒരു 17-18 ലക്ഷം രൂപയാണ്. പല സമയത്തായിട്ട്. ഇതിൽ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സിനിമ റിലീസിന് മുന്നേയുള്ള പ്രൊമോഷൻ സമയത്ത് ഞാൻ ഇതിലെ ഓൺലൈൻ മീഡിയാസിന് അറിയാം, ഞാൻ അന്ന് പ്രൊമോഷൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വെൽകെയർ ഹോസ്പിറ്റലിൽ കിടക്കുകയും ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഈ അച്ഛൻ്റെ സർജറിക്ക് 3 ദിവസം മുന്നേ 3-4 ദിവസം മുന്നേ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഞാൻ ദുബായിലാണ്, നമ്മുടെ പടം ഇറങ്ങാൻ പോവാം, നമ്മൾ രക്ഷപ്പെടുന്നു, നമ്മൾ അടിപൊളിയാവും, ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ദുബായിൽ പെട്ടിരിക്കുക, എനിക്ക് നാളെ നാട്ടിൽ വേണം, നാളെ ഒരു സെറ്റിൽമെന്റ് കിട്ടും, എനിക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഈ 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, ഞാൻ അച്ഛൻ്റെ സർജറിക്ക് പൈസ എനിക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, കാരണം മറ്റന്നാൾ സർജറിയാണ്, അല്ല നാളെ ഞാൻ എത്തും, ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ്റെ സർജറിക്കുള്ള പൈസ ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടിൽ ഈ ഡേറ്റ് വരെ എനിക്ക് ആ പൈസ തിരിച്ചിട്ടിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഞാനത് ഓക്കെ, അദ്ദേഹത്തിന് നഷ്ടം വന്ന് പറഞ്ഞപ്പോഴും ഓക്കെ, ഞാനത് ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ചേട്ടാ കുഴപ്പമില്ല, അത് ഞാൻ മോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എൻ്റെ അച്ഛൻ്റെ സർജറി സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഗോകുലത്തിൽ നിന്നും ബാക്കി എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ്, ഞാനും വിഷ്ണു 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്,
ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. എന്താണ് പറ്റിച്ചതെന്ന് ഇന്നലെ ഏതോ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണാന്ന് തോന്നുന്നു, മീഡിയ വണ്ണോ അത് ബിഗ് ടി വി ആണോ ആരും ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചത്. അദ്ദേഹം പറഞ്ഞു പറ്റിച്ചതെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണോ, എനിക്ക് അടുത്ത പടം ചെയ്യണ്ടേ, എനിക്ക് എന്റെ കഴിവ് വന്നിട്ടെ. ഇനിയും അടുത്ത കാര്യം, സുമതി വളവ് എന്നൊരു സിനിമ ഓക്കെ ലാഭവും നഷ്ടവും അവിടെ നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു. നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതി വളവ്? ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ കണ്ടു, ഓക്കെ അതിൽ എനിക്കും വിഷമമുണ്ട്, ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിന് വിളിച്ച ആളുമാണ്. ഇത് ആദ്യത്തെ വീഡിയോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതുപോലത്തെ വീഡിയോസ് വേറെ ഉണ്ട്. ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, വീഡിയോ മാത്രമല്ല ലൈവായിട്ട് അത് കണ്ട ആളുണ്ട് ഇവിടെ. അദ്ദേഹം പറയും, സംസാരിക്കും. ഇത് മുരളിച്ചേട്ടനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ടോ അല്ലെ മുരളിച്ചേട്ടനെ മോശമാക്കാനോ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാവാം, എനിക്കറിയില്ല, അദ്ദേഹം തന്നെ പറയും മോശമാണ്. പക്ഷെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ 2 ആഴ്ച മുന്നേ ചെന്നൈയിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യാൻ നായകൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആത്മഹത്യ നിൽക്കുന്ന പുള്ളിക്ക് ആ പൈസ എടുത്ത് വെച്ചിട്ട് ജീവിച്ചൂടെ കുറച്ചാളത്തേക്ക്? എന്തിനാണത് ചെയ്തത്? ആ അഡ്വാൻസ് വാങ്ങിച്ച നായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം എന്നെ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു, എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ പടം ചെയ്യും, കാരണം സുമതിയോട് അദ്ദേഹത്തിന് നഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും ഇത് ആ പടം തമിഴിൽ വർക്കാവും, ഉറപ്പായിട്ടും ആ സിനിമ തമിഴിൽ വർക്കാവുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്ത് ഒന്ന് സെറ്റ് ആവും. അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു ബാക്കി പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ മുരളിച്ചേട്ടനെ വിളിക്കുകയാണ്, വിളിച്ചിട്ട് പറഞ്ഞു മുരളിച്ചേട്ടാ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ചെന്നൈക്ക് വാ, ഈ പടത്തിന് എത്ര രൂപ ചിലവെന്ന് വെച്ചാൽ അത് നമുക്ക് റെഡിയാക്കാം, ഈ പടം നിങ്ങൾ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോ വരുന്നതിന്റെ ഒരു 3 ദിവസം മുന്നേ ഇദ്ദേഹത്തിന് ഞാൻ വിളിക്കുകയും ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരാണ്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ സുമതി 2 ഞാൻ പറഞ്ഞു ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടാ ധൈര്യമായിട്ട് നമുക്ക് ഫണ്ട് ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യൂ ഉണ്ട്. അത് ചെന്നൈയിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ചേട്ടനെ കൂടെ ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടന് ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒറ്റ രാത്രിയോടെ ഇത് മാറി മാറുന്നത് എന്ത് അത്ഭുതത്തിന് പുറത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് എവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞ വിഷ്ണുവിന് സംവിധാനം അലിഗേഷൻസ് ആണ്. വിഷ്ണുവിന് സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ മാളികപ്പുറം സംവിധാനം ചെയ്ത ഉണ്ണിയാന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് സംവിധാനം അറിയാത്തൊരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കും, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവര് വേണമെങ്കിൽ പ്രസ് മീറ്റിന് ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാന്ന് പറയുന്നുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു ഈ സുമതി വളവിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. നദികളിൽ സുമതി വളവിന്റെ പ്രൊഡക്ഷൻ പേജ് നോക്കിയാൽ മതി, പ്രൊഡക്ഷൻ പേജിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്ന് പറയുന്നു. ഓക്കെ 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായകൊണ്ട് പറയലല്ല, ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാളുടെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഇനി പ്രസ് മീറ്റിൽ അദ്ദേഹം ഇല്ല, അദ്ദേഹം വരുമെന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെന്റ് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഈ സിനിമ സംഭവിച്ചതിന്റെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ സുഹൃത്തായ മറ്റൊരു കൺട്രോളറുണ്ട്, നിങ്ങൾക്കറിയാം സുനിൽ സിംഗ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ. അദ്ദേഹത്തെ വെച്ച് ഞങ്ങൾ ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇടിച്ചത്. ഇപ്പോഴും അദ്ദേഹം അയച്ച ബഡ്ജറ്റ് ഞങ്ങളിലുണ്ട്. അന്ന് അദ്ദേഹം അയച്ച ബഡ്ജറ്റ് 13 കോടി രൂപയാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്. ആ 13 കോടി കണ്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു ഇല്ല പുള്ളി ശരിയല്ല, അതായത് പുള്ളിയെ മാറ്റം. ഞങ്ങൾ അറിയാതെ പുള്ളി മറ്റൊരു കൺട്രോളറെ കൊണ്ടുവന്ന് ബഡ്ജറ്റ് ഇട്ടു. അപ്പൊ അവർ 11 കോടിക്ക് തീർത്തരാൻ പറ്റുന്നു. അന്നും ഞാൻ ആ കൺട്രോളർ പറഞ്ഞു നിങ്ങൾ വർക്ക് കിട്ടാൻ വേണ്ടി വെറുതെ പറയരുത്, നാളെ ഈ സിനിമ എങ്ങാണ് ബഡ്ജറ്റ് കയറിയാൽ ഇത് പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഇല്ല ഉറപ്പായിട്ട് നമുക്ക് തീർക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിൽ നിന്നും പിന്നീട് ആർട്ടിസ്റ്റുകളെ മാറുന്നു. ഇദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മറ്റ് 1-2 ആർട്ടിസ്റ്റുകളെ മാറ്റിയപ്പോൾ പോലും ബഡ്ജറ്റ് മാറ്റം വന്നു. കുറച്ചും കൂടെ വലിയ ആർട്ടിസ്റ്റ് വേണം ആ കഥാപാത്രത്തിൽ എന്ന് പറയുകയും അങ്ങനെ ആർട്ടിസ്റ്റ് വരുമ്പോൾ അതും ബഡ്ജറ്റ് മാറി. ഇങ്ങനൊരു കൂട്ടായ്മ ചെയ്തൊരു സിനിമ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നഷ്ടം വന്നാൽ അത് നികത്താൻ വേറെ എന്താ അടുത്ത വഴി എന്നുള്ളത് പുള്ളി സംസാരിക്കാൻ വേണ്ടത്. അല്ലാതെ ഒരു ആത്മഹത്യ വീഡിയോ ഇടുന്നു. ആ ആത്മഹത്യ വീഡിയോ വന്ന രാത്രിയിൽ
ആ വീഡിയോ പുള്ളിക്ക് പരിചയമുള്ള ആരോ കാണുകയും അത് പുള്ളി ഇൻസ്റ്റയിൽ 5 മിനിറ്റ് ഡിലീറ്റ് ചെയ്തു. ത്രെഡിലാണ് കിടന്നതെന്ന് പറയുന്നു. ത്രെഡിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആർക്കോ അയച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി നോക്കാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി സുഖമായി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ നിൽക്കല്ലായിരുന്നു. പുള്ളിക്ക് ഒരു സ്ഥിരം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി ഒരുപക്ഷെ പുള്ളിയുടെ വിഡ്രോവൽ സിംറ്റത്തിന്റെ ആവാം, ലൈഫിന്റെ പ്രശ്നത്തിന്റെ ആവാം, അതൊക്കെ വാട്ടർ വ്യത്യസ്തം, അത് അദ്ദേഹത്തിന്റെ പ്രശ്ന കാര്യം. പക്ഷെ ആ ഒരു ഒറ്റ ഇഷ്യൂവിന്റെ പുറത്ത് 2 ദിവസം മുന്നേ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചിരുന്ന ആര് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ പൈസ പറ്റിച്ചു എന്നൊക്കെ പറയുന്നു. ഇതിൽ എവിടെയാണ് പൈസ പറ്റിച്ചത് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതിനകത്ത് 7 കോടി രൂപ പോയി, 7 കോടി രൂപ 3.5 എനിക്ക് 3.5 വിഷ്ണുവിനെ എടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് തന്നതല്ല. പുള്ളി ഇന്നലെ പറയും എനിക്ക് 25 ലക്ഷം തന്നു. വിഷ്ണു എത്ര കൊടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര കിട്ടിയെന്ന് വിഷ്ണുവോട് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇതിനെ മാളിയപ്പുറം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അത് റിസ്ക് എടുക്കാനല്ലേ ഒരു പ്രൊഡ്യൂസർ വരുന്നത്. ഇത് ഞാൻ പറയും, ഇത് ഞാനോ വിഷ്ണു മാത്രമല്ല, ഇവിടുത്തെ എത്രയോ റൈറ്റേഴ്സിന്, എത്രയോ ഡയറക്ടേഴ്സിന് അവർക്ക് സിനിമയുടെ പ്രതിഫലം ഇപ്പോഴും കിട്ടാറുണ്ട്. ഈ സിനിമ ലാഭമായാൽ ഇതൊന്നും ഞങ്ങൾക്കല്ലല്ലോ. ഈ സിനിമ പുള്ളി ആദ്യം തൊട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് മാളിയപ്പുറം 100 കോടിയല്ലേ, അപ്പം ഈ പടം 100 കോടി കിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്, ചേട്ടാ പടം ഓടും, വിജയിക്കും, നമ്മുടെ കോൺഫിഡൻസാണ് പറയുന്നത്. പുള്ളി അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ വിഷമം പുള്ളിക്ക് ഈ പടത്തിന് 100 കോടി വന്നില്ല എന്നുള്ളതാണ്. 100 കോടി എല്ലാ പടവും 100 കോടി അടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ സിനിമയും അടിക്കില്ലേ. 3-ാം ദിവസം ഞങ്ങളും പെടത്തില്ലേ 100 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പെടത്തില്ല എല്ലാ പടത്തിലും. അങ്ങനെ എല്ലാ സിനിമയ്ക്കും സംഭവിക്കില്ല. ഒരു വർഷം മലയാളത്തിൽ തന്നെ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ കണക്കുകൾ കൃത്യമായി പുറത്തു വിട്ടപ്പോൾ അതിനെ പേടിച്ച് കുറെ പേര് എതിർത്തു. ഞാൻ പറയുന്നത് അത് കറക്റ്റ് കാര്യമായിരുന്നു. പണത്തിന്റെ ഒരു കണക്ക് പുറത്തു വിടേണ്ടതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ഒരു സിനിമ വിജയിക്കുന്നു, അതിന്റെ സംവിധായകനെ, എഴുത്തുകാരനെയും അതിന്റെ ടെക്നീഷ്യനെയും ആർട്ടിസ്റ്റിനെയും വിളിച്ചു വരുത്തി ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യുന്നു. ഇതിന്റെ പേരിൽ കാശ് എടുക്കുന്നു. നാളെ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ വർക്ക് ചെയ്തവരൊക്കെ മോശം പറയുക. ഞങ്ങൾ ഇതേ ഇൻഡസ്ട്രി ഇനിയും വർക്ക് ചെയ്യേണ്ടവരാണ്. ഇനിയും സിനിമകൾ ചെയ്യാൻ വേണ്ടി വേറെ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ, ഒരുപക്ഷെ ഇവരെ 2 പേരെക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഞാൻ നിൽക്കുന്നതുകൊണ്ടാവാം എനിക്കുള്ള ചീത്തവിളി ഇത്തിരി കൂടുതലാണ്. ഞാനത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിക്കാം. അതിൽ PR എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇന്നലെയാണ്. ഞാനത് കൃത്യമായിട്ട് ആ പേരടക്കം ഞാൻ ഇവിടെ പറയാം. അതിന് പല കാരണം കാണും. ഞാൻ മുന്നേ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സട്ടയർ കാണും. ആ പൊളിറ്റിക്കൽ അന്നോട്ട് എനിക്കറിയാം, അന്നോട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും താഴെ വരുന്ന കമന്റുകൾ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു 1 സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് നമ്മളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ന്യൂസ് കൊടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിനെതിരെ ഡീഫോമേഷൻ ഫയൽ ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ആളുകൾ എന്നുള്ള ട്രസ്റ്റ് തിരിച്ചു തരും. ഇതിപ്പോ എന്റെ മാളിയപ്പുറത്തിന്റെ സുമുദ്രന്റെ അവസ്ഥ റൈറ്റർ എഴുതി ഞാൻ പറഞ്ഞാണ് ഈ സിനിമയെ സംഭവിച്ചെങ്കിൽ ഇതാണ്. മുരളിച്ചേട്ടൻ, ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, മുരളിച്ചേട്ടാ നിങ്ങൾ ഇത് കണക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അദ്ദേഹം കണക്ക് നോക്കാൻ വന്നാലും അദ്ദേഹത്തിന് ചില സമയത്ത് പെട്ടെന്ന് ഈ വെട്ടുവാദം പിടിച്ച ഒരു സ്വഭാവമുണ്ട്. അത് പക്ഷേ ഈ വെള്ളം സിനിമയുടെ കഥ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് വിട്രോൾ സിനിമത്തിന്റെ ആവാം, പെട്ടെന്ന് വയലന്റ് ആവും. നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല, വയലന്റ് ആവും. ഞാൻ എത്ര തവണ കണ്ടു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പോലും പേടിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളോട് നമ്മൾ കണക്കി വയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് നമ്മുടെ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകും. അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുള്ളി മീറ്റിങ്ങിന് വന്ന അവിടെ സ്ഥലങ്ങളിലെ CCTV ക്യാമറാസ് നോക്കിയാൽ മതി. പുള്ളി ചാടിത്തുള്ളി ഇറങ്ങി പോകുന്നതും വണ്ടിയെ പോയി ബോണറ്റിൽ അടിക്കുന്ന ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ബേസിക് പ്രശ്നം, ആദ്യത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, 2ാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, 3ാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2 സിനിമയിൽ നഷ്ടം വന്ന ഒരാൾക്ക് 3ാം സിനിമ കുറച്ച് വിജിലന്റ് ആവില്ലേ? മിനിമം കോമൺ സെൻസിൽ ഒരു കഥ തിരഞ്ഞെടുത്ത് ഈ പടം ഓടും, ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ചെയ്യില്ലേ? കൃത്യമായ ഓഡിറ്റിങ് പോലും തരാതെ, കൃത്യമായ ബഡ്ജറ്റ് പോലും തരാതെ ഒരു വീഡിയോ ഇട്ട് പറയുകയാണ് ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങൾ കള്ളന്മാരാണ്. അത് ഏറ്റെടുക്കാൻ കുറെ മീഡിയാസ്. ഇദ്ദേഹത്തിന്റെ ബാക്കി കാര്യം, അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നടക്കുന്ന PR-നെ പറ്റിയുള്ള ഞാൻ സംസാരിക്കാം. കൃത്യമായ ആ കാര്യം ഞാൻ പറയാം. വിഷ്ണുവിന് സംവിധാനം അറിയില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ സംവിധാനം അറിയാത്ത വിഷ്ണു ചെയ്ത ആദ്യത്തെ പടം പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം, അതായത് അതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം അദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂവിൽ 75 കോടി രൂപ ആ പടത്തിന് കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ 75 കോടി കിട്ടിയ സംവിധാനം അറിയാത്ത സംവിധാനം ചെയ്ത പടവും സുമതി ഉളവിന്റെ
അദ്ദേഹം മുരളിക്കുന്നുമ്പുറത്ത് ഇന്നലെ കാണിച്ചതിൽ 15 കോടി രൂപയോളം പ്രോഫിറ്റ് വന്നപ്പോൾ, മീൻസ് പ്രോഫിറ്റ് ഇൻ ദ സെൻസ് ബിസിനസ് നടന്ന സിനിമ, തിയേറ്റർ കളക്ഷന്റെ പ്രൊഡ്യൂസർ ഷെയറും എല്ലാം ചേർത്ത് 30 കോടിക്ക് അടുത്തോളം ഗ്രോസ് വന്ന ഒരു സിനിമയുടെ സംവിധായകനാണ് വിഷ്ണു. അപ്പോൾ അദ്ദേഹത്തിന് 2 പടം ചെയ്തിട്ട് അദ്ദേഹത്തിന് സംവിധാനം അറിയില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 1 മാസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം ഇതേ സിനിമയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയും, അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം നിങ്ങളോട് കൃത്യമായി ഈ സിനിമയ്ക്കല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ നടക്കുന്ന PR എന്തിന്റെ പേരിലാണെന്നും ഇതിന്റെ പിന്നിലാരാന്നും കൃത്യമായിട്ട് ഞാൻ സംസാരിക്കും.